ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ V3 ഫാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു അംബ്രല്ല സ്കേർട്ടിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്രോസ് ആയിട്ട് വേണം ഇടാനായിട്ട് നമുക്ക് അംബ്രല്ല സ്കേർട്ട് തയ്ക്കുമ്പോഴത്തേക്കും. ഇനി ഈ രണ്ട് കോണുകൾ തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്യത്തക്ക രീതിയിൽ വെക്കണം. ഇനി ഇതുപോലെ നമുക്ക് 4 പീസ് കിട്ടും. ഇത് നമ്മുടെ ഫ്രണ്ടും ബാക്കുമാണ് വരുന്നത്. നമ്മുടെ സ്കേർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 18 ഇഞ്ച്, 18 ഇഞ്ച് ലെങ്ത്തും 16 ഇഞ്ച് 16 ഇഞ്ച് വിത്തുമാണ് വരുന്നത്. അപ്പോൾ 1/4 എന്നുള്ളത് നമുക്ക് 4 ഇഞ്ച് വരും. അപ്പോൾ നമുക്ക് 4 എന്നുള്ളത് ഞാനിവിടെ 8 എടുക്കുന്നുണ്ട്. കാരണം എലാസ്റ്റിക് ആണ് ഞാൻ സ്കേർട്ടിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തോരം ഫ്ലെയർ വേണോ അതനുസരിച്ച് എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ലെങ്ത് എടുക്കാം. അപ്പം 18 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത് വരുന്നത്. അപ്പം ഈ 18 ഇഞ്ച് എന്നുള്ളത് 18 ഇഞ്ചസ് ഇതുപോലെ നമുക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഫ്ലെയർ കിട്ടത്തുള്ളൂ. ഇനി നമ്മുടെ താഴ്ഭാഗം നമുക്ക് 1.5 ഇഞ്ച് വീതിക്ക് മടക്കി തയ്ക്കണം. അതേ 1.5 ഇഞ്ച് വീതിയുടെ പട്ട മേൽഭാഗത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ലെങ്ത് കറക്റ്റ് അത് 18 തന്നെ കിട്ടുന്നതാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബെൽറ്റ് വേണം. അപ്പോൾ നമ്മുടെ 1/4 നമ്മൾ 8 എടുത്തിരുന്നു വെച്ചത്. അപ്പോൾ 32 ആകുമ്പോൾ അതിൻ്റെ പകുതി 16 വരും. ഞാൻ ഇതേമാതിരി ക്ലോത്ത് 2 ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതേമാതിരി 16 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ്. നമ്മുടെ 1.5 ഇഞ്ച് പട്ടക്ക് 3 ഇഞ്ച് വരും ഫോൾഡ് ചെയ്യുമ്പോൾ, പ്ലസ് 1 ഇഞ്ച് കൂടുതൽ നമ്മൾ എടുക്കണം. അങ്ങനെ 4 ഇഞ്ച് വീതിക്ക് ഞാൻ ഇതേമാതിരി നമ്മുടെ പട്ട പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഈ 2 സൈഡും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്കേർട്ടിൻ്റെ 2 സൈഡ് ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഇനി പട്ട പീസ് പിടിപ്പിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 16 ഇഞ്ച് നമുക്കിത് ഉണ്ടോ നോക്കുക. കണ്ടോ, ഒരു ചെറിയൊരു വ്യത്യാസം കൊണ്ട് നമുക്കിന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് 16 ഇഞ്ച്, അതേ 16 ഇഞ്ച് നമുക്ക് കിട്ടണം. അതിന് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ 1 സൈഡ് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 ഭാഗവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ടിലും 4 ഭാഗവും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പട്ട പീസ് ഇതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ നല്ല ഭാഗവും വരുന്ന രീതിയിൽ വേണം ഇടാനായിട്ട്. നമ്മൾ സ്കേർട്ടിനും പട്ടക്കും മാർക്ക് ചെയ്തിട്ടുള്ള ആ 4 മാർക്കിങ്ങും കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിരിക്കണം, ഈക്വലായിട്ട് വരുന്ന രീതിയിലായിരിക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ പട്ടിൽ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1/2 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം.
ഇനി നമുക്ക് എലാസ്റ്റിക് ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ അരവണ്ണം എന്ന് പറയുന്നത് 16 ഇഞ്ചാണ് നമ്മുടെ അരവണ്ണം ശരിക്കും ഉള്ളത്. അപ്പോൾ ഞാനൊരു 3 ഇഞ്ച് ലെസ് ചെയ്തിട്ട് ഞാൻ എലാസ്റ്റിക് എടുക്കുകയാണ്. നമ്മൾ 13 ഇഞ്ചിൽ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എലാസ്റ്റിക്. ഇനി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ എലാസ്റ്റിക്കിൽ മുട്ടാതെ ഒന്ന് താഴെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എലാസ്റ്റിക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 18 ഇഞ്ച് കണ്ടോ. അപ്പോൾ നമ്മുടെ പട്ട പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ 1.5 ഇഞ്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് മടക്കി തയ്ക്കണം. ഇതുപോലെ 1/2 ഇഞ്ച് വീതിക്ക് മടക്കി തയ്ക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ താഴ്ഭാഗം ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. നമ്മുടെ എലാസ്റ്റിക് കണ്ട ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിനായിട്ടും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക.